തൃശൂർ വരന്തരപ്പള്ളിയിലെ അർച്ചന എന്ന പെൺകുട്ടിയെ കൊന്നതല്ല, പക്ഷെ കൊല്ലാക്കൊല ചെയ്തതാണ്. അതല്ലേ അവൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അർച്ചനയെ ഭർത്താവ് ഷാരോൺ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. കാമുകനൊപ്പം സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നതിനാൽ ആരോടും പരാതിയോ പരിഭവമോ പങ്കുവെക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ വീട്ടുകാരെയെല്ലാം സങ്കടത്തിലാഴ്ത്തി അർച്ചന ജീവനൊടുക്കുന്നു. യുവതിയുടെ മരണം ആത്മഹത്യയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. സംഭവം കൊലപാതകമെന്ന് കരുതാനുള്ള തെളിവുകളില്ല. മരണസമയത്ത് വീട്ടിൽ ഭർത്താവ് ഷാരോൺ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസമാണ് വരന്തരപ്പള്ളി സ്വദേശിനി അർച്ചനയെ പൊള്ളലിട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാട്ടുമലയിലുള്ള ഷാരോണിന്റെ വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. ഭർത്താവ് ഷാരോൺ അർച്ചനയെ കൊന്നതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ അർച്ചനയുടെ മരണം ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം കൊലപാതകമെന്ന് കരുതാനുള്ള തെളിവുകൾ പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ പ്രാഥമിക കണ്ടെത്തലുകളിലില്ല. മരണസമയത്ത് വീട്ടിൽ ഭർത്താവ് ഷാരോൺ ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. വീടിനുള്ളിൽ വെച്ച് തീ കൊളുത്തിയ യുവതി ദേഹമാസകലം തീ പടർന്നതോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി പിറകുവശത്തെ കാനയിൽ ചാടിയതെന്നാണ് നിഗമനം. ആത്മഹത്യ ഭർത്തൃ വീട്ടിലെ പീഡനം മൂലമാണെന്നും ശാരീരികമായും മാനസികമായും ഭർത്താവ് ഷാരോൺ അർച്ചനയെ ഉപദ്രവിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു. അർച്ചനയുടെ അച്ഛൻ ഹരിദാസിന്റെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്ത വരന്തരപ്പള്ളി പോലീസ് ഷാരോണിനെ അറസ്റ്റ് ചെയ്തു. ഷാരോണിന്റെ അമ്മയെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനം തുടരന്വേഷണത്തിന് ശേഷമേ ഉണ്ടാകൂ. ഷാരോണിന്റെ അമ്മ പേരക്കുട്ടിയെ അങ്കണവാടിയിൽ നിന്ന് വിളിക്കാനായി പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ കണ്ടത് കത്തിക്കരിഞ്ഞ നിലയിൽ മരുമകളുടെ മൃതദേഹം. ആറുമാസം മുൻപായിരുന്നു ഷാരോണിന്റെയും അർച്ചനയുടെയും പ്രണയവിവാഹം. അകളപ്പ നഗർ പോളിടെക്നിക്കിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ അർച്ചന കുറച്ചുകാലം ജോലി നോക്കിയിരുന്നു. അർച്ചനയുടെ അമ്മ വീടിന് സമീപം ഷാരോണും കുടുംബവും വാടകയ്ക്ക് താമസിക്കാൻ എത്തിയപ്പോഴുള്ള പരിചയമാണ് പ്രണയത്തിലെത്തിയതെന്നും വീട് വിട്ടിറങ്ങി പോകുന്നതിന് കാരണമായതെന്നും പറയുന്നു. അന്നു മുതൽ യുവതിയെ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അനുവദിക്കാറില്ലായിരുന്നു. വിവാഹത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മകൾ നല്ല നിലയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് പിതാവ് പറയുന്നുണ്ട്. ഷാരോൺ സംശയത്തോടെയാണ് മകളെ കണ്ടിരുന്നതെന്നും ഫോൺ വിളിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് 18 തൃശൂർ.